ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ ഒരു പേജിൽ കാണുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സീരീസിലെ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഒരു ഇൻഡെക്സ് പേജാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോഡ് ചേഞ്ച് നമ്മൾ വാക്ക് ത്രൂ തരും. അപ്പോൾ നമ്മൾ ബേസിക്കലി ബിൽഡ് ചെയ്യുന്നത് ഒരു ബേസിക് സ്റ്റുഡൻറ്റ് കോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഏറ്റവും മിനിമൽ ലെവലിൽ കുറച്ച് വീഡിയോസിൽ ബിൽഡ് ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, അങ്ങനെ ഫൈനലി ഈ ബിൽഡ് ചെയ്യുന്ന കൂട്ടത്തിൽ .NET ഫ്രെയിംവർക്കിലെ കോർ കൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ത്രൂ ആയിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ദ സെയിം ടൈം പ്രൊജക്റ്റ് ബിൽഡിംഗ് നടക്കും. അതുകൂടാതെ .NETലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആസ് എ ബിഗിനർ നിങ്ങൾക്ക് അറിയേണ്ട കൺസെപ്റ്റും ഇതിൽ കവറായിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഈ ഒരു പേജ് ഇങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ URL എന്ന് പറയുന്നത് student/index ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് സ്റ്റുഡൻറ്റ് കൺട്രോളർ എന്ന് പറയുന്ന ഒരു കൺട്രോളർ ഉണ്ട്. അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HTML ലോഡ് ചെയ്യുന്നത് പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു ഇൻഡെക്സ് ആക്ഷൻ ലോഡ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻറ്റ് കൺട്രോളറിൻ്റെ ഇൻഡെക്സ് വ്യൂ അല്ലെങ്കിൽ index.cshtml എന്ന് പറയുന്ന ഫയലിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് നെക്സ്റ്റ് ലെവൽ ഓഫ് കോഡിങ് നമ്മൾ അടുത്ത വീഡിയോ മുതലായിരിക്കും ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു സ്റ്റാറ്റിക് പേജാണ്. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ആക്ച്വൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്താ പറയുക ഏറ്റവും മിനിമലായിട്ട് കീപ്പ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ആക്ച്വൽ പ്രൊജക്റ്റിൻ്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് ആക്ച്വലി സ്റ്റുഡൻറ്റ് കൺട്രോളർ. ഇനി പ്രൊജക്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്ന കോഡ് ചേഞ്ച്, കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വന്ന കോഡ് ചേഞ്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിവിടെ ആക്ച്വലി ഫസ്റ്റ് ഒരു കൺട്രോളർ ആഡ് ചെയ്തു. നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കൺട്രോളർ ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആഡിൽ നിന്ന് കൺട്രോളർ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ സ്റ്റുഡൻറ്റ് കൺട്രോളർ എന്ന് കൊടുത്തു. അപ്പോൾ അതിൽ ഒരു ഇൻഡെക്സ് ആക്ഷൻ, ആക്ഷൻ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആക്ഷൻ നമ്മൾ കൊടുത്തു. അത് ഒരു വ്യൂ ആയിരിക്കും ഫൈനലി റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വ്യൂ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വ്യൂസിനകത്ത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് index.cshtml എന്ന് പറയുന്ന ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പേജ് വർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഔട്ട്പുട്ടാണ്, ഈ എക്സാക്റ്റ് ഔട്ട്പുട്ടാണ് നമുക്ക് നേരത്തെ ആപ്ലിക്കേഷൻ റൺ ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ കോഡിങ് അവിടെ തീർന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് നോക്കാൻ പോകുന്നത് ആക്ച്വലി ഈ സ്റ്റുഡൻറ്റിലേക്ക് ഡാറ്റ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തത് കുറച്ച് സ്റ്റാറ്റിക് HTML ആയിരുന്നു. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ വരുമ്പോൾ ഈ സ്റ്റാറ്റിക് എന്നുള്ളത് എപ്പോഴും ഡൈനാമിക് ആയിരിക്കും. ഓക്കെ, ഫൈനലി ഇറ്റ് വിൽ കം ഫ്രം ഡാറ്റാ ബേസ്. ഓക്കെ, പക്ഷേ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കൺട്രോളറിലെ കുറച്ച് ഡാറ്റ സ്റ്റാറ്റിക് ആയിട്ട് ആഡ് ചെയ്തിട്ട് ആ ഡാറ്റേനെ നമ്മുടെ വ്യൂവിലേക്ക് എങ്ങനെ ലോഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മിനിമൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ആ ഒരു ഓരോ വീഡിയോയിലും ഉള്ള ഒരു പ്രോഗ്രസ് ഇവായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ വീഡിയോയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിലെല്ലാം ഓരോ പർട്ടിക്കുലർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ കാണുക, ഇടയ്ക്കുള്ള വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ ആസ് എ ബിഗിനർ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു ഗ്രൂപ്പായിട്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡൗട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു 2-3 പേരൊക്കെ ആയിട്ടാണ് ഒരുമിച്ചാണ് ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ചില കൺസെപ്റ്റ് ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെന്നും വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലായവർക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് അത് പെട്ടെന്ന് ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ നിങ്ങൾ ഫുള്ളി സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ കമൻ്റ് അയച്ച് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്നാലും ആ ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഈ ഒരു ഓവറോൾ പഠിത്തത്തിൻ്റെ എഫിഷ്യൻസി എപ്പോഴും കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കോഡിൻ്റെ ആക്ച്വൽ ജിറ്റ്ഹബിലെ ലിങ്കും നമ്മൾ ഈ കമ്മിറ്റ് ഹാഷ് വഴി ഇടുന്നതാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമ്മിറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് വളരെ മിനിമലായിട്ടുള്ള സ്റ്റുഡൻറ്റ് കോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഒരു പേജ്. ഈ പേജ് എന്ന് പറയുന്നത് ഇൻഡെക്സ് പേജ് നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ലിസ്റ്റിംഗ് പേജ് ആയിട്ടാണ്. ഓക്കെ, ലിസ്റ്റിംഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫൈനലി ഇതിൻ്റെ ഈ ഒരു പേജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡാറ്റാബേസിലെ കുറച്ച് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിനെ നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ ആയിട്ട് കൊറി ചെയ്തെടുത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ജസ്റ്റ് സ്റ്റാറ്റിക് വേർഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ ഈ വ്യൂ ലെയറും മിനിമൽ കൺട്രോളറും ഇതിൻ്റെ ഒരു മിനിമൽ ലെയേഴ്സ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്ന സെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് മോഡൽ അല്ലെങ്കിൽ ഡാറ്റാബേസ് ലെയറിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണും.